I wish to tell you an important thing. I am going to Munnar for 3 days. Tomorrow morning at 7 o'clock, I will go to Munnar with my family members. Family members means brothers, sisters, and their children and grandchildren. And I'm going to a place called Suryanelli. It is 25 kilometers away from Munnar city. So I think I will not get a proper internet connectivity in Suryanelli. So I think we will not make videos for the coming 3 days. Okay. By the way, I wish to tell you one thing. There is a space in the bus. We are going by bus. We have arranged a bus and a few seats are available. Are you free to come with me? We can go to we can talk. I'm not free tomorrow. Why? Tomorrow, my friend Mr. Rajesh and me traveling in Trichur. Why? What is that purpose? Purpose is a interview for a farmer. Oh, so are you going to take a video? Yes. My YouTube channel in uploading purpose. Okay. So who will record the video? This Rajesh. Okay. Rajesh recording. The farmer name is Arila. You can tell this also in English. Okay. I don't. അതൊന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞേ എനിക്ക് ഫാർമറിന്റെ പേര് അറിയില്ല. The farmer's name. I don't know the farmer's name. Very simple അല്ലേ? പിന്നെ എന്തിനാ ഇത്രയും വിഷമിച്ചത്? I don't know the farmer's name എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് ചെയ്ത് the farmer's name പിന്നെ എന്താ പറയണ്ടെന്ന് കിട്ടാതെ ആയിപ്പോയി. അതാണ് ഇംഗ്ലീഷ്. the farmer ഇംഗ്ലീഷ് തല തിരിഞ്ഞാണ് പറയേണ്ടത്. മലയാളം സെന്റൻസിനേക്കാളും തല തിരിച്ചാണ് പറയേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. So if you are going to Trichur, exactly where is that place? A place. Do you have any? Trichur place Kodali. Kodali. My God. Is there a place in? Is there a place in this name? Kodali. Okay. Kodali. Wonderful. Kodali agricultural area. Okay. Is it very near to Manuti? No. Very long. Very long അല്ല. It is far away from Manuti. അങ്ങനെ പറയാം. It is far away. Far away means വളരെ ദൂരത്താണ്. പറഞ്ഞേ. It is far away. Kodali. It is far away Manuti. Far away from Manuti. Kodali എന്ന് പറയണമല്ലോ അല്ലേ? Kodali is far away from Manuti. Kodali is far away from Manuti. Kodali is far away. ശരിയല്ലേ? Kodali is far away from Manuti. 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 സായിപ്പ് പറയണ പോലെ എന്ന് പറഞ്ഞേ. Kodali is far away from Manuti. ഒന്നുകൂടി പറഞ്ഞോ. Kodali is far away from Manuti. Kodali അങ്ങനെ പറയുന്ന സായിപ്പുണ്ട്. ഈ ആസ്ട്രേലിയ എന്നൊക്കെ വന്നേക്കുന്ന സായിപ്പന്മാരാണെങ്കിൽ Kodali is far away from Manuti അങ്ങനെയൊക്കെ പറയും. കലക്കി. നാഷണൽ ജിയോഗ്രഫി ചാനലിലെ ആളുകള് പറഞ്ഞത് അങ്ങനെയല്ല. അങ്ങനെ പറയുള്ളൂ. അവര് പുലി സിംഹമൊക്കെ ഓടിച്ചാടിയാണ്.
അത് കേട്ടില്ല. അതായത് ഈ നാഷണൽ ജിയോഗ്രഫി ചാനലിലേക്ക് അവിടെ പറയണതിന് വേറൊരു സ്റ്റൈലാണ്. ഒന്ന് പറഞ്ഞേ കേട്ട. Decorale is far away from Manati, the land. എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പറയുള്ളൂ. അങ്ങനെ സായിപ്പന്മാര് പല രീതിയിലേ പറയണം. പക്ഷെ മലയാളി ഒറ്റ രീതിയിലേ പറയുള്ളൂ. മലയാളി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കോടാലി ഈസ് ഫാർ അവേ ഫ്രം മണ്ണുത്തി. അങ്ങനെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് പറയണ പോലെ പറയാൻ പറ്റും, പ്രാക്ടീസ് ചെയ്താല്. അതിന് മിമിക്കിങ് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മിമിക്കിങ് ടെക്നിക്ക് പഠിപ്പിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് ബ്രിട്ടീഷ് സായിപ്പാണ് അയാള്. അയാളുടെ പേര് ETJ ഇംഗ്ലീഷ് ചാനലാണ്. മിസ്റ്റർ എല്ലിയറ്റ് എന്നാണ്. അയാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റും. ഞാനിപ്പോ വേറെ ചില ആൾക്കാരുടെ അടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് രസമാണ് അത് കേൾക്കാൻ. ഈയിടെ ബ്രിട്ടനിലാണെന്നും പറഞ്ഞ ഒരാൾ എനിക്കൊരു മെയിൽ അയച്ചു, 5 കോടി രൂപയുടെ ലോട്ടറി അടിച്ചിട്ടെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളോട് സംസാരിക്കാൻ ഇംഗ്ലീഷ് അറിയാൻ പാടാത്തോണ്ട് ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചു. അപ്പൊ ഇയാള് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒക്കെ പേരൊക്കെ പറഞ്ഞു. ഞങ്ങൾ കോൺഫറൻസ് ഇട്ട് സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ പറഞ്ഞ്, ആ തരുന്ന പൈസയെന്ന് നിങ്ങൾ കുറച്ച് എടുത്തിട്ട് തന്നാ മതി, എന്തിനാ ഇനി അങ്ങാടെ ആദ്യം പൈസ തരുന്നതെന്ന് ചോദിച്ചപ്പോ അയാളുടെ ഇംഗ്ലീഷ് മാറി. ശരിക്കും ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് ഇംഗ്ലീഷ് പറഞ്ഞ പോലെ ആയിപ്പോയി. ചൂടാവുമ്പോഴത്തേക്കും യഥാർത്ഥ ഇംഗ്ലീഷ് വരും, സ്വന്തം ഭാഷ വരും. അപ്പൊ അങ്ങനെ പറ്റിക്കൽ ഒരുപാട് നടപ്പുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പോ നമുക്ക് നിർത്താം ഇന്നത്തെ പരിപാടി. കാരണം അപ്പൊ 2 ദിവസം 3 ദിവസം ഉണ്ടാവില്ല അല്ലേ? 3 days. ഓക്കെ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. 3 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ, ബൈ. ഓക്കെ ബൈ.